മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തൊട്ടതെല്ലാം പിഴച്ച സീസണാണിത്. യൂറോപ്പ ലീഗ് ഫൈനലിൽ ടോട്ടനത്തിനോട് ഒറ്റ ഗോളിന് തോറ്റതോടെ അവസാന പ്രതീക്ഷയും ഇല്ലാതായി. ഇതുകൊണ്ട് തന്നെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിൽ അടിമുടി മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ക്ലബിന്റെ ഫസ്റ്റ് ടീം സ്ക്വാഡിലെ മുഴുവൻ കളിക്കാരെയും ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അടുത്ത സീസണിൽ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണില്ല. 35 വർഷത്തിനിടയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാം വട്ടം മാത്രം. സമ്മർ ട്രാൻസ്ഫർ മുൻപിൽ കണ്ട് പരിശീലകൻ അമോറിം 3 ആവശ്യങ്ങൾ ക്ലബിന് മുൻപിൽ വെച്ചതായാണ് സൂചന. ശാരീരികക്ഷമത കൂടുതലുള്ള കളിക്കാരെ കൊണ്ടുവരിക, ആക്രമണ നിരയിൽ പുത്തൻ ഉണർവ് കൊണ്ടുവരിക, കളിക്കാരെ ഒഴിവാക്കി ഫണ്ട് കൂട്ടുക. ഇതാണ് ക്ലബിന്റെ മുന്നിൽ അമോറിം വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. തന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അമോറിം അറിയിച്ചതോടെ എല്ലാ കളിക്കാരെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പ്രശസ്തി നോക്കാതെ ട്രാൻസ്ഫർ വിൻഡോയിൽ വെക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ക്ലബിന്റെ നല്ലതിന് താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്നതാണ് നല്ലതെങ്കിൽ അതിന് തയ്യാറാണ് എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. 90 മില്യണാണ് ബ്രൂണോയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ മൂല്യം കണക്കാക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.